ഇന്ന് നമ്മൾ കാണുന്ന പേപ്പർ നോട്ടുകൾക്കും രൂപയ്ക്കും എല്ലാം മുമ്പ് അങ്ങ് അറബിക്കടലിലൂടെ വിദേശ കപ്പലുകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടി നമ്മുടെ തീരമണഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ കിലുങ്ങിയിരുന്നത് ജ്യോതിഷത്തിലെ 12 രാശികളുടെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച ഒരു കൊച്ചു സ്വർണ്ണത്തൊട്ടുണ്ടായിരുന്നു. അതാണ് രാശിപ്പണം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് 1000-ലേറെ വർഷം പഴക്കമുള്ള ആ സ്വർണ്ണ ചരിത്രത്തിലേക്കാണ്. വെറും 0.4 മില്ലിഗ്രാം മാത്രം തൂക്കമുള്ള കുരുമുളക് മണിയേക്കാൾ അല്പം മാത്രം വലിപ്പമുള്ള ഈ കുഞ്ഞു നാണയമാണ് ഒരു കാലത്തെ കേരളത്തിൻ്റെ ഏറ്റവും മൂല്യമുള്ള സ്വർണ്ണ നാണയം. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ AD 7-ാം നൂറ്റാണ്ടിലോ 8-ാം നൂറ്റാണ്ടിലോ ആണ് ഇവ പ്രചാരത്തിൽ വരുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് പഴയ രൂപത്തിലുള്ള ശംഖുമുദ്രയും മറുവശത്ത് സൂര്യൻ, ചന്ദ്രൻ എന്നിവയ്ക്കൊപ്പം ജ്യോതിഷത്തിലെ 12 രാശികളെ സൂചിപ്പിക്കുന്ന 12 വിത്തുകളും അടയാളപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് പൂർവികർ ഇതിനെ രാശിപ്പണം എന്ന് വിളിച്ചത്. ഡച്ചുകാരുടെ രേഖകളിൽ ഇതിനെ രാജപ്പണം എന്ന് വിശേഷിപ്പിച്ചതാണ്. ഈ കൊച്ചു സ്വർണ്ണത്തൊട്ടുകൾ തിരുവിതാംകൂറിലെ അങ്ങാടികളിൽ കിലുങ്ങിയിരുന്ന ആ കാലത്ത് കേരളം എങ്ങനെയായിരുന്നു എന്നറിയില്ല. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് മഹാതായപുരത്ത് ചേര രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലം. അറബികളും ചൈനക്കാരും യഹൂദന്മാരും നമ്മുടെ കായലുകളിലൂടെയും കടലുകളിലൂടെയും കപ്പലിറങ്ങി കുരുമുളകും മേലവും ഇഞ്ചിയും വാങ്ങാൻ അവർ തദ്ദേശീയരായ കച്ചവടക്കാർക്ക് നൽകിയതും ഈ രാശിപ്പണം തന്നെയായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ ലോകപ്രശസ്തമായ മാമാങ്കം തിരുനാൾ കൊണ്ടാടി തുടങ്ങിയതും ഈ നാണയങ്ങളുടെ കാലഘട്ടത്തിലാണ്. കേരളത്തിൽ ഈ നാണയം വിനിമയം ചെയ്യപ്പെടുമ്പോൾ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ലോകത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഉത്തരേന്ത്യയിൽ രാജപുത്രന്മാരും ദക്ഷിണേന്ത്യയിൽ ചോളന്മാരും പല്ലവന്മാരും വൻ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തു. AD 712 മുഹമ്മദ് ബിൻ ഖസീമിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി ഇസ്ലാമിക ഭരണം പ്രവേശിക്കുന്നതും ഇതേ കാലത്താണ്. ലോകചരിത്രത്തിലേക്ക് നോക്കിയാൽ മധ്യപൂർവേഷ്യയിൽ അബൂസിദ് ഖിലാഫത്ത് നിലവിൽ വരികയും ബാഗ്ദാദ് ലോകത്തിൻ്റെ